മുടി കൊഴിച്ചിൽ, സർവത്ര മുടി കൊഴിച്ചിൽ. വീടിനകത്ത് എവിടെ നോക്കിയാലും മുടി. തറയിൽ, ചീപ്പിൽ, ബാത്റൂം ഡ്രെയിനിൽ, അങ്ങനെ എല്ലായിടത്തും മുടി. ഒടുവിൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ നെറ്റി കയറി മുടിയുടെ ഉള്ളു കുറഞ്ഞ് വളരെയധികം തിന്നായിപ്പോയ മുടിയുടെ അവസ്ഥ കാണുമ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദനയും. ഈ ഒരു അവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സ്ത്രീകൾ വളരെ സ്നേഹത്തോടെ അവർ വളർത്തിക്കൊണ്ടുവന്ന തലമുടി ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും കണക്കില്ലാതെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന വേദന ചെറുതൊന്നുമല്ല. എന്നാൽ നിങ്ങൾ തനിച്ചല്ല. ഇത് ഒരു ഒറ്റപ്പെട്ട വിഷയമല്ല. 40 വയസ്സിന് ശേഷം ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ ഒരുപാട് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 40കൾക്ക് ശേഷം ഇതുപോലെ മുടി കൊഴിച്ചിലുള്ളവർക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഹോം റെമഡീസുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ സ്ത്രീകളുടെ ആത്മവിശ്വാസത്തെ തന്നെ വളരെയധികം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകളുടെ മുടി കൊഴിയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് ആണ്. ഈസ്ട്രജന്റെ കുറവ് മൂലം മുടി വളർച്ച വളരെയധികം കുറയുകയും മുടി കൊഴിയാൻ കാരണമാവുകയും ചെയ്യുന്നു. മറ്റൊന്ന് ശരീരത്തിൽ ആവശ്യമായ പ്രോട്ടീൻ്റെ അഭാവം. വൈറ്റമിൻ ഡി, B12, സിങ്ക് എന്നിവ കുറയുന്നത് ഈ മുടി കൊഴിച്ചിലിന് കാരണമാകുന്നു. പിന്നെ മാനസിക സമ്മർദ്ദം. ഒരു 40 വയസ്സിനൊക്കെ ശേഷം മിഡ് ലൈഫ് ക്രൈസിസ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒരു ജീവിതത്തിൻ്റെ ഒരു മധ്യഘട്ടത്തിലൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ഈ ജീവിതത്തിൻ്റെ ഒരു ഉദ്ദേശം എന്താണ്, ജീവിച്ചതുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ, ഇത്തരത്തിലുള്ള ഒരുപാട് ചിന്തകൾ മനസ്സിലുണ്ടാവുകയും ഇതൊക്കെ വല്ലാത്തൊരു തരം മാനസിക സംഘർഷത്തിലേക്കും ഒരുതരം സമ്മർദ്ദത്തിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ഇതൊക്കെ അമിതമായി ചിന്തിച്ച് സ്ട്രെസ് ലെവൽ കൂടുകയും മുടി കൊഴിച്ചിലിന് കാരണമാവുകയും ചെയ്യുന്നു. പിന്നെ തൈറോയ്ഡ്, PCOD പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഇനി ഇത്തരം മുടി കൊഴിച്ചിലിനുള്ള വളരെ ഇഫക്റ്റീവായിട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരമാണ്, നമ്മുടെ മുടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഓരോ ഹോം റെമഡീസും തയ്യാറാക്കുന്നത്. അധിക ചിലവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന കുറച്ച് ഹെയർ പാക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള മുടി കൊഴിച്ചിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലയിൽ നല്ലതുപോലെ എണ്ണ തേച്ച് മസാജ് ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ മസാജ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ, 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. അതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് റോസ്മേരി എസൻഷ്യൽ ഓയിലും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയിലുമൊക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്യുക. നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്യുക. അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ഒരു പാക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ആ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് സവോളയാണ്. സവോളയിൽ സൾഫർ കണ്ടൻറ്റ് ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുടി വളരുവാനും മുടി കൊഴിച്ചിൽ തടയുവാനും ഇത് സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതാണ് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഒരു സവോള എടുക്കുക, അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അലോവേറയാണ്. അലോവേറയുടെ ഒരു ലീഫ് എടുക്കുക. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേറ യൂസ് ചെയ്യുന്നതാണ് ഇതിനകത്ത് ഏറ്റവും നല്ലത്. അതും കൂടെ അതിൻ്റെ ആ ജെല്ലും കൂടെ എടുത്ത് നമുക്ക് ഈ സവോളയുടെ കൂടെ ഇത് ഒരുമിച്ച് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നല്ല പേസ്റ്റ് പോലെ ഇത് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം അരിച്ചെടുക്കാതെ നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഹെയർ വാഷ് ചെയ്താലും അതിൻ്റെ ചെറിയ പൊടിയും കാര്യങ്ങളുമൊക്കെ തലമുടിയിലിരിക്കും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു എഗ് യോക്കും കൂടി ആഡ് ചെയ്യുക. മുട്ടയുടെ മഞ്ഞ കൂടി ആഡ് ചെയ്യുക. കൂടാതെ 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ ഹെയറിലും അപ്ലൈ ചെയ്യാവുന്നതാണ്.
വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത്. ഒരു 1 അവർ കഴിയുമ്പോൾ നിങ്ങൾക്ക് വാഷ് ചെയ്യാം. നിങ്ങൾക്ക് ഷാമ്പു ഉപയോഗിച്ച് തന്നെ വാഷ് ചെയ്യാം. നല്ലതുപോലെ തലമുടി വാഷ് ചെയ്യുക 1 അവറിന് ശേഷം. ഇതാണ് ഒരു ഹെയർ പാക്ക്. ഇനി അടുത്ത ഒരു പാക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ജിഞ്ചർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇഞ്ചി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഹെയർ പാക്കാണത്. ഇഞ്ചി ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും സ്കാൽപ്പ് ഇൻഫ്ലമേഷൻ കുറച്ച് മുടി നല്ല രീതിയിൽ വളരാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. മാത്രമല്ല ഇതുപോലെ ഹോർമോണൽ ചേഞ്ചസ് മൂലമുണ്ടാവുന്ന മുടി കൊഴിച്ചിലൊക്കെ തടഞ്ഞ് മുടി വളർച്ച നല്ല രീതിയിൽ ആക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഈ ജിഞ്ചർ എന്ന് പറയുന്നത്. ഇനി ഈ ജിഞ്ചർ വെച്ചുകൊണ്ട് ഈ ഇഞ്ചി വെച്ചുകൊണ്ടുള്ള ഈ ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1 അവറിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. ഇതും വളരെയധികം നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്കാണ്. അടുത്തൊരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് അശ്വഗന്ധ പൗഡർ വെച്ചുകൊണ്ട് തയ്യാറാക്കുന്നതാണ്. ഇത് എല്ലാ ആയുർവേദ ഷോപ്പിലും അതേപോലെ തന്നെ ഓൺലൈനും അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ അശ്വഗന്ധ പൗഡർ ഒരുപാട് മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഇത് കോർട്ടിസോളിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നു. സോ സ്ട്രെസ് ലെവൽ നല്ല രീതിയിൽ കുറയാൻ സഹായിക്കുന്നു. അതേപോലെ PCOD, മെനോപോസ്, പോസ്റ്റ് പാർട്ടം പോലെയുള്ള ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോഴുള്ള മുടി കൊഴിച്ചിൽ വളരെയധികം കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. പിന്നെ നല്ല ഉറക്കം കിട്ടുവാൻ, സ്കാൽപ്പിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാൻ, അങ്ങനെ ഹെയർ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ അശ്വഗന്ധ പൗഡർ. ഇനി ഈ അശ്വഗന്ധ പൗഡർ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഹെയർ പാക്ക് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ അശ്വഗന്ധ പൗഡർ എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ അലോവേറ ജെൽ ആഡ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ ഹണി കൂടി ആഡ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ തൈര് കൂടി ആഡ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ കൂടി ആഡ് ചെയ്യുക. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം. ഇതും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഹെയറിലും അതേപോലെ തന്നെ സ്കാൽപ്പിലും നല്ലതുപോലെ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹെയർ പാക്കാണിത്. ഇതിലുപയോഗിച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻറ്റും മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ തടയുവാനും മുടി പൊട്ടുന്നത് തടയുവാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതും നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്ന ഒന്നാണ്. ഇനി അടുത്തൊരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നത് ചെമ്പരത്തി പൂ വെച്ചുകൊണ്ടുള്ളതാണ്. നമുക്കറിയാം ചെമ്പരത്തി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട്. വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു പിടി ചെമ്പരത്തിയാണ്. ചെമ്പരത്തിപ്പൂ ഒരു 7-8-10 എണ്ണം മതിയായിരിക്കും. അത്രയും ചെമ്പരത്തിപ്പൂ എടുക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആവശ്യമായിട്ടുണ്ട്. കറിവേപ്പില നമുക്കറിയാം മുടി വളർച്ചയ്ക്കും അതേപോലെ തന്നെ മുടി നല്ല രീതിയിൽ കറുക്കുവാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഹെയറിലും നമ്മുടെ സ്കാൽപ്പിലും നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് തലമുടി വാഷ് ചെയ്യാവുന്നതാണ്. ഷാമ്പു ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഇതും വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 ഹെയർ പാക്കുകളും നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ യൂസ് ചെയ്യുന്നതിന് മുൻപേ നിങ്ങൾ മറന്നു പോരുതാത്ത കാര്യം, നിങ്ങൾ ഒരു ഓയിൽ മസാജിങ് ചെയ്യണം. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒലിവ് ഓയിലും അതേപോലെ തന്നെ കാസ്റ്റർ ഓയിലും അതിനോടൊപ്പം റോസ്മേരി എസൻഷ്യൽ ഓയിലും കൂടി 2-3 ഡ്രോപ്പും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് തലമുടി നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്യുക. ഈ റോസ്മേരി എസൻഷ്യൽ ഓയിൽ മുടി വളർച്ച വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇത് 3ഉം കൂടിയുള്ള ആ ഒരു ഓയിൽ നല്ല രീതിയിൽ തലമുടിയിലെല്ലാം അപ്ലൈ ചെയ്യുക. 1/2 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ ഈ ഓയിൽ മസാജ് ചെയ്യുന്നോ അപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാം. ആഴ്ചയിൽ ഒരു 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം ഇത് ചെയ്താൽ മതിയാകും.
പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇതുപോലെയുള്ള പാക്കുകൾ, ഇത്തരത്തിലുള്ള ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളി, ഉലുവ, ഇതുപോലെയുള്ള ഹെർബൽ പൗഡറൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഒരു ഷാമ്പു ഉപയോഗിച്ച് തന്നെ വാഷ് ചെയ്തിരിക്കണം. കാരണം നമ്മൾ നല്ല രീതിയിൽ തല കഴുകിയില്ല എന്നുണ്ടെങ്കിൽ ഹെയർ ഫോളിക്കിൾസ് ബ്ലോക്ക് ചെയ്യപ്പെടുകയും ഇത് മുടി വളരാതെയാവുകയും മുടി കൊഴിച്ചിൽ കൂടുവാനും കാരണമാവുകയും ചെയ്യും. അതുപോലെ ബാക്ടീരിയ, ഫംഗസ് ഇതൊക്കെ വരാൻ കാരണമാകും. ഇതുമൂലം ഡാൻഡ്രഫ്, ചൊറിച്ചിൽ, സ്കാൽപ്പ് ഇൻഫെക്ഷൻ ഇതൊക്കെ ഉണ്ടാവുകയും ചെയ്യും. സോ നിങ്ങൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു ഷാമ്പു ഉപയോഗിച്ച് തന്നെ തലമുടി വാഷ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഇനി ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ഉപയോഗിക്കാത്ത ദിവസങ്ങളിൽ നമുക്കൊരു ടോണർ യൂസ് ചെയ്യാവുന്നതാണ്. അതും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പേരയിലയാണ്. എന്തായാലും നമ്മുടെ എല്ലാം വീട്ടിൽ പേര ഉണ്ടാവും. അപ്പം ഇല കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരു 7-8 ഇല മതിയാകും. അത് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനോടൊപ്പം ഒരു 2 ടീസ്പൂൺ ഉലുവ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു പാനിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക. ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക. ഒരു യെല്ലോ കളറായിട്ട് ഇത് വരും കുറച്ച് കഴിയുമ്പോഴേക്കും. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കാം. അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കി വെക്കാം. എന്നിട്ട് നമ്മുടെ തലമുടിയിൽ, നമ്മുടെ സ്കാൽപ്പിലുമൊക്കെ നല്ല രീതിയിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഇത് തലമുടിയിലും നമ്മുടെ സ്കാൽപ്പിലുമൊക്കെ നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഒരു 1 വീക്കൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. ഇത് മുടി വളർച്ചയെ വളരെയധികം സഹായിക്കുന്ന ഒരു ഹെയർ ടോണറാണ്. കാരണം ഇതിനകത്ത് നമ്മൾ പേരയിലയും അതേപോലെ തന്നെ ഉലുവയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് രണ്ടും മുടി വളർച്ചയ്ക്കൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. മുടി കൊഴിച്ചിലൊക്കെ ഇല്ലാതാക്കി മുടി വളരെ തിക്കാവാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഹെയർ പാക്ക് ഉപയോഗിക്കാത്ത ദിവസങ്ങളിൽ ഈ ഒരു ഹെയർ ടോണർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഈ ഒരു ടോണർ സ്കാൽപ്പ് ഇൻഫെക്ഷന് അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോണർ കൂടിയാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി അതുപോലെ ഒരുപാട് ആളുകളെ വിഷമിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് നെറ്റി കയറുക എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ അതിന് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതെടുക്കുക. എന്നിട്ട് അതിൽ ഒരു ഫോർക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് കുത്തുക. അപ്പോൾ അതിൽ നിന്ന് ആ ജ്യൂസ് വരും. ആ ഒരു നീര് നമ്മുടെ ഒരു മുടി കൊഴിഞ്ഞിട്ടുള്ള, നെറ്റി കയറിയിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവിടെ ആ ബേബി ഹെയർ ഒക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഹാക്കാണിത്. ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത ഓരോ ഹെയർ പാക്കുകളും നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം വീണ്ടെടുക്കുവാനും മുടി നല്ല രീതിയിൽ വളരുവാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുടി കൊഴിഞ്ഞു പോയി എന്നോർത്ത് ആരും വിഷമിച്ചിരിക്കേണ്ടതില്ല. നഷ്ടപ്പെട്ടു പോയ തലമുടിയൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. കൃത്യമായിട്ടുള്ള ഒരു പരിചരണമൊക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പഴയതുപോലെ തന്നെ നമ്മുടെ മുടി വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്ത ഓരോ ഹെയർ പാക്കുകളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.